ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു 3 ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 3ഉം ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനും ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കളകളൊക്കെ ഉണ്ടെങ്കിൽ ചെടിയിൽ നിന്ന് അതെല്ലാം നമ്മൾ പറിച്ചു മാറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്ന വളം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി അതൊക്കെ നമ്മുടെ ചെടിക്ക് നല്ലതുപോലെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുകയും നമ്മുടെ ചെടി അങ്ങ് വീക്കായി പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അന്നേരം ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മണ്ണൊക്കെ പറ്റുമെങ്കിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അന്നേരം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇത്. ഓക്കെ, നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഇത് ബയോഗ്യാസ് സ്ലറിയാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ബയോഗ്യാസിൻ്റെ സ്ലറി ഒരു വളരെ സേഫാണ് നമ്മൾ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചെടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി, ഒരുപാട് കായും പൂവും ഒക്കെ ഉണ്ടാകാനും എല്ലാം ഇത് സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ വളർന്നു വരികയും ഒരുപാട് പൂവിടുന്നതും കണ്ടിട്ടുണ്ട്. ഈ ഒരു ബയോഗ്യാസ് സ്ലറിക്കകത്ത് ധാരാളം മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ ഒരുപാട് നാൾ നിൽക്കാനൊക്കെ സഹായിക്കുന്നതിനും എസെൻഷ്യലായിട്ടുള്ള ന്യൂട്രിയൻസ് ഈ ഒരു ബയോഗ്യാസ് സ്ലറിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടത് പൊട്ടാഷ്യം, അതുപോലെ തന്നെ നൈട്രജൻ, പിന്നെ ഫോസ്ഫറസ്. ഇത്രയും 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ലതുപോലെ വളരുകയും പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. ഓക്കെ, അന്നേരം ഇത് ഞാൻ ബയോഗ്യാസ് സ്ലറി എടുത്ത് വെച്ചിരിക്കുകയാണ്. എപ്പം നമ്മൾ ബയോഗ്യാസ് സ്ലറി നമ്മൾ ചെടിക്ക് ഒഴിക്കണോ, ഇതാണ് നമ്മുടെ ബയോഗ്യാസ്. ഇതിലൂടെയാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഇങ്ങനെയുള്ള വെജിറ്റബിളിൻ്റെ പീല് ഒക്കെ ഇതിലൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതുവഴി നമ്മുടെ ഈ ബയോഗ്യാസിൻ്റെ സ്ലറി എല്ലാം വരും. ഇപ്പോൾ ഓൾറെഡി ഞാനിതിൻ്റെ സ്ലറി എടുത്തു. ഇത് നമ്മളെപ്പോൾ ഒഴിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളെപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. മീൻസ് ഇതിലൂടെ വരുന്ന വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇതിലൂടെ വരുന്നത്. ഇത് നമ്മൾ റോസിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ, അതുപോലെ തന്നെ ഇരട്ടി വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ, അതുപോലെ തക്കാളിയൊക്കെ നിറയെ കായ്ക്കാൻ ഇത് സഹായിക്കും. തക്കാളി മാത്രമല്ല, പച്ചമുളക്, നമുക്കുള്ള ക്യാബേജ്, കോളിഫ്ലവർ, പയർ, വെണ്ട, എല്ലാ വെജിറ്റബിൾസിനും നമുക്കിത് ഒഴിക്കാൻ വളരെ അത്യുത്തമമായിട്ടൊരു വളമാണ്. എല്ലാവരും ഇരട്ടി അല്ലെങ്കിൽ ഡബിളോ ട്രിപ്പിളോ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചാലും ഒരു കുഴപ്പവുമില്ല, വളരെ നല്ല വളമാണ്. അടുത്തത് ഒരു 0 കോസ്റ്റ് നമ്മുടെ ഫെർട്ടിലൈസർ. അത് ഒരു 5 പൈസ മുടക്കാതെ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെന്നും എടുക്കുന്ന കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു വെക്കുക. എന്നുമുള്ള കഞ്ഞിവെള്ളം ഈ ഒരു പാത്രത്തിൽ തന്നെ നിക്ഷേപിക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ തൊലിയെ, അതുപോലെ പച്ചക്കറി വേസ്റ്റുകൾ, അതായത് സാമ്പാർ ഉണ്ടാക്കുന്നത്, അവിയലുണ്ടാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ വേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് മാക്സിമം ഒരാഴ്ച വെക്കുക. ഒരാഴ്ച വെക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ ഒരു 5 ദിവസം വെക്കുക. 5 ദിവസം വെച്ച് നല്ലതുപോലെ പുളിക്കുക. പുളിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു തുണിയിലേക്ക് അരിച്ചെടുക്കുക. വെജിറ്റബിൾ പീൽസ് ഒന്നും നിങ്ങൾ ഇതിലിട്ട് നമുക്ക് പിന്നെ ചെടിയുടെ ചുവട്ടിലിടരുത്. വെജിറ്റബിൾ പീൽസൊക്കെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഇൻസെക്ട്സ് ഒക്കെ വന്ന് വേറെ പ്രശ്നമായിട്ട് മാറും, ചെടിയെല്ലാം നശിച്ചു പോകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം മാത്രമാണ്, ആ സത്താണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇരട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്താലും ഒരു കുഴപ്പവുമില്ല, ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾ പീൽസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ചെടികൾ പൂക്കാനും നല്ല രീതിയിൽ കായ്ക്കാനും നല്ല ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ വരാനും സഹായിക്കും.
മൂന്നാമതായിട്ട് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളവും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ അരി കഴുകുന്ന വെള്ളം, റൈസ് നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അത് അരിച്ചെടുക്കുക. അതിലേക്ക് പഴത്തിൻ്റെ തൊലി ഇട്ട് വെക്കുക. പഴത്തിൻ്റെ തൊലിക്കകത്ത് പൊട്ടാഷ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. ഇത് നിങ്ങൾ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ ഉള്ളിത്തോലുണ്ടെങ്കിൽ ഇത് നേരത്തെ ഓൾറെഡി കാണിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പഴത്തിൻ്റെ തൊലിയാണ് ഇടുന്നത്. ഇതൊരു നല്ല ഫെർട്ടിലൈസറാണ്. അതായത് ഓർക്കിഡ് ചെടികൾ നല്ലതുപോലെ പൂക്കാൻ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ലതാണ് ഈ അരി കഴുകിയ വെള്ളം. ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചേർക്കണം, ശർക്കര. അതായത് ഒരു പിടി ശർക്കര ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട. ഒരു പിടി ശർക്കരയും കൂടെ ഇട്ട് ഇത് നിങ്ങൾ അടച്ചു വെക്കണം. ഒരു 3 ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ സത്ത് നമ്മൾ ഊറ്റിയെടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസത്തിന് ശേഷം ഇതിൻ്റെ സത്ത് ഊറ്റിയെടുത്തിട്ട് ഒരു ഡബിൾ വെള്ളത്തിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യണം. നല്ലതുപോലെ ഇതിൻ്റെ ഡബിൾ ഇരട്ടി 2 ഇരട്ടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കുന്നതായിട്ട് കാണപ്പെടാം. അതുപോലെ തന്നെ തക്കാളി നല്ലതുപോലെ പൂ വന്ന് നല്ല കായ് വരാനും കോവലിന് ഒക്കെ നല്ലതാണ്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെടികളാണെങ്കിൽ ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും ഇത് സഹായിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ തരം ചെടികൾക്കും ഉപയോഗിക്കാൻ നല്ല ഒരു വളമാണ്. നമ്മുടെ ചെടികൾക്ക് വേണ്ട നെസസറി ന്യൂട്രിയൻസ് നല്ല രീതിയിൽ കിട്ടുകയും പ്ലാന്റ് വളരാനും സഹായിക്കും. എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ആ ഒരു ഫലപുഷ്ടി കൂടും. അതുമാത്രമല്ല, നമ്മുടെ മണ്ണിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിലും നല്ല ഇതുപോലുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. Thank you friends. Thank you for watching Lindsay's Link. See you next video. Bye bye.